ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നില്ലേ ഞാൻ പറഞ്ഞില്ലേ ഫ്രണ്ട്സിനെ നോക്കാൻ പോകുന്നതെന്ന്, പ്രഗ്നൻ്റ് ആയിട്ടുണ്ട് ഫ്രണ്ട്, അങ്ങനെയുള്ള നോക്കാൻ പോകുന്നത്. അതിനുള്ള ഒരുക്കത്തിലാണ് ഞങ്ങളുള്ളത്. അപ്പോൾ ഞാൻ മാത്രമല്ല, ഞാൻ നിങ്ങൾ 10-16 ആൾ ഫ്രണ്ട്സിനൊരു സർപ്രൈസായിട്ട് നോക്കാൻ പോയതാണ് ഞാൻ. അപ്പോൾ അതിനും വേണ്ടിയിട്ട് ഞാൻ കിച്ചണിലേക്ക് രാവിലെ എത്ര മണിക്കറിയാം, ഏകദേശം ഒരു 4 മണിയാകുമ്പോൾ മഷാല്ല ഞാൻ കിച്ചണിൽ കയറിന്. അപ്പോൾ നമുക്കൊരു 11 മണിയാകുമ്പോൾ ഇവിടുന്ന് വിടണം. അതിന് വേണ്ടിയിട്ട് രാവിലെ തന്നെ വന്നിന്. അപ്പോൾ നമ്മൾ ഈ ചോപ്പറുള്ളത് കൊണ്ട് മഷാല്ല നല്ലൊരു ഹെൽപ്പ് തന്നെയാന്ന് പറഞ്ഞാൽ, ഒരാൾ തന്നെ ഉള്ള പോലത്തെ ഒരു ഫീല്. ഉള്ളിയെല്ലാം 2 സെക്കൻഡിൽ ഇങ്ങനെ പൾപ്പാക്കിയിട്ട് ഇട്ടാൽ മതി, അപ്പം തന്നെ ചെറുപ്രായി അങ്ങനെ. അപ്പോൾ ഇതാ അട്ടിപ്പത്തിരി, കട്ട്ലേറ്റ്, പിന്നെ കായ് ബോൾസ്, എന്തെല്ലാം ഉണ്ട്, ചിക്കൻ കോണ്, അങ്ങനെ എല്ലാം റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം ഞാനിതാ പൊട്ടോട്ടോ വേവിച്ചിട്ട് എടുത്തിട്ടുണ്ട്, ചിക്കൻ ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്, മസാല ഒരു ഭാഗത്ത് മസാല റെഡിയാകുന്നുണ്ട്. ഇങ്ങനെ ഓരോന്ന് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് സ്കൂളും ഉണ്ട് പിള്ളമാർക്ക്. അപ്പോൾ എല്ലാം ഹറിബറിയായിട്ട് ചെയ്യണം എന്തായെങ്കിലും. അങ്ങനെ അൽഹംദുലില്ലാ ഫസ്റ്റായിട്ട് അട്ടിപ്പത്തിരിയും കായ്പോളയും റെഡി ആയിട്ടുണ്ട്. ഇത് കായ്പോളയാണ്. അപ്പോൾ ഇത് മധുരവും അത് എരിവല്ലേ, അപ്പോൾ ഒന്ന് സ്വീറ്റായി ഒന്ന് സ്പൈസി ആയിട്ട് അങ്ങനെ ഓരോന്ന് നോക്കിയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കട്ട്ലേറ്റ് പകുതിയിലുണ്ട്, കിളിക്കൂടുണ്ട്. അപ്പോൾ നമ്മൾ ഫോണിൽ ബിസ്മി ഓതിക്കൊണ്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒറ്റക്ക് എന്നുള്ളൊരു ഫീലാകുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഏകദേശം ടൈം 6 മണിയായിട്ടുണ്ട്. എൻ്റെ ഇടയിൽ ഞാൻ സുബഹി നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് വന്നതാണ്. അത് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം എല്ലാം എണ്ണയിലിട്ടിട്ടെടുത്തത്. ഫസ്റ്റ് കട്ട്ലേറ്റ് ഒരു സൈസല്ലൊരു എന്താ, അതിനൊരു നേരെ പുതിയാപ്പിളിനെ പോലെ നോക്കണമില്ലെങ്കിലേ പൊട്ടിപ്പാളീസായിട്ട് എണ്ണ എല്ലാം കച്ചറാന്ന്. അപ്പോൾ ഫസ്റ്റ് ഞാൻ എന്ത് സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നെങ്കിൽ ഫസ്റ്റ് എണ്ണയിൽ കട്ട്ലേറ്റ് ഇട്ട് എടുക്കും. ഇല്ലെങ്കിൽ അത് എന്തെല്ലാം ഇപ്പോൾ അങ്ങനെ കുറവല്ല ജാസ്തി. അതിന് ഞാൻ ചെന്നത് ഒരു പുതിയാപ്പിളിൻ്റെ പോലെ കുറവും കുറ്റമല്ല ജാസ്തി നേരാണോ കുറച്ച് അപ്പുറം ഇപ്പായെങ്കിൽ പൊട്ടുന്നു. അങ്ങനെ അപ്പോൾ എല്ലാവരും ഇപ്പോൾ സ്നാക്സിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കട്ട്ലേറ്റ്, ചിക്കൻ കോണ്, പിന്നെ കിളിക്കൂട്, കായ്പോള, അട്ടിപ്പത്തിരി, പിന്നെ ഇത് കായ് ബോൾസാണ്. അത് സ്വീറ്റ് തന്നെ കായിൻ്റെ. അങ്ങനെ അതെല്ലാം റെഡിയാക്കിയിട്ടില്ല. പിന്നെ കേക്ക്, പുഡിങ് എല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ രാവിലെ റെഡിയാക്കാൻ ടൈം തേലായിട്ടില്ലേ, കേക്കും പുഡിങ്ങും രാത്രി തന്നെ റെഡിയാക്കിയിട്ട് വെച്ചിന്. ഇതെല്ലാം നമുക്ക് ടൈം ഏകദേശം 8-8:30 മണിയായിന്. അപ്പം അതിന് സ്കൂളിൽ പോകുമ്പോഴേക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ, അപ്പത്തിൻ്റെ സംഭവങ്ങൾ റെഡി ആയിട്ടുമില്ല. അപ്പം ഞാൻ എന്തൊക്കെ അറിയാം, ഒരു ചപ്പാത്തി ഉണ്ടായിന്, പെട്ടെന്നൊരു ഓംപ്ലേറ്റ് ആക്കി. കുറച്ച് എന്തുമില്ല, ഒരു ഫ്രൈ പാനിലൊരു ഉപ്പിട്ടിട്ടില്ലേ, ഓംപ്ലേറ്റ് കൂട്ടിയതിന് ശേഷം ഈ ചപ്പാത്തിനെ അതിൻ്റെ മുകളിലേക്ക് തന്നെ വെച്ചിട്ട് തിരിച്ചിട്ടും മറിച്ചിട്ടും എടുത്ത് 4 മടക്കാക്കിയിട്ട് ഇങ്ങനെ വെച്ച്, എന്നിട്ട് ബർഗർ ബണ്ണിനെ ഒന്ന് കട്ടാക്കിയിട്ട് അതിനെ ഒന്ന് ഫ്രൈ പാനിൽ ചൂടാക്കിയിട്ട് എടുത്തിട്ടായിട്ടില്ലേ ഒരു കട്ട്ലേറ്റ് വെച്ച് അതിൻ്റെ ഉള്ളിലേക്ക് കട്ട്ലേറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഒരു സോസ് ഒഴിച്ചിട്ടായിട്ടില്ലേ ബണ്ണും കൂട്ടിയിട്ട് കഴിച്ചതാണ്. നല്ല ടേസ്റ്റ്. ഞാൻ ഇങ്ങനെ ടെൻഷനിലുണ്ടായി, അത് എന്തുള്ള മോനെ കൊടുക്കുന്ന രാവിലെ പോകുമ്പോൾ സ്കൂളിലേക്കെല്ലാം പോകുമ്പോൾ ഫുഡ് കഴിക്കാതെ അയക്കുമ്പോൾ ഒരു പങ്കുന്നില്ല നമുക്ക്. അങ്ങനെ എന്തെങ്കിലും കൊടുക്കട്ടെ എന്നിട്ടില്ലേ ഇതിനൊന്ന് കൊടുത്തതാണ്. പക്ഷെ അത് വേറെ നല്ല ഫില്ലായി. ചപ്പാത്തിയും ഒരു ബർഗറും ഒരു കട്ട്ലേറ്റും സംഭവം എല്ലാം ആകുമ്പോൾ നല്ല ഇഷ്ടപ്പെട്ടിന് മോന്. ഞാൻ പക്ഷേ അത് എത്ര തിരക്കായെങ്കിലും പിള്ളേർക്ക് ഫുഡ് ഇങ്ങനെ തട്ടിക്കൂട്ടിയിട്ട് എന്തെങ്കിലും റെഡിയാക്കി കൊടുക്കും. നമ്മൾ ഓർഡർ ചെയ്തിട്ട് പിള്ളമാർ പൈപ്പിക്കാങ്ങല്ലോ അങ്ങനെ. പക്ഷേ അതങ്ങനെ നല്ല ചെല്ലുണ്ട്. അപ്പോൾ ഒന്ന് സ്പെഷ്യലെല്ലാം ആയതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ പോകണം. അപ്പോൾ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കിയിട്ട് വെച്ചാൽ കൊനത് കഴിച്ചിട്ട് പോന്നു. അപ്പോൾ നമുക്ക് ഈ രീതി ഇങ്ങനെ ഉണ്ടാവുകൊണ്ട് ടൈം കിട്ടിയിട്ടില്ല. അങ്ങനെ ഞാൻ തട്ടിക്കൂട്ടിയിട്ടൊരു ബർഗർ എന്ന് പറയാം അങ്ങനെ ആക്കിയിട്ട് കൊടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഞാനൊരു ഓയിൽ പരിചയപ്പെടുത്തി തരാം. മുടി വളരാനും താരന് പോകാനും മുടിക്ക് നല്ല കളറ് നല്ല ഗ്രോത്ത് കിട്ടാനും എല്ലാം ഉള്ള നല്ലൊരു പെണ്ണുങ്ങൾ തന്നെ സാധാരണ പുരയിലുണ്ടാക്കുന്ന ഒരു ഓയിലാണ്. അപ്പോൾ ഇത് ഷാദാസ് ഗ്രോത്ത് എയർ ഓയിൽ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നല്ല മുടി വളരാനും നല്ല മുടിക്ക് നല്ല കളർ കിട്ടാനും നല്ല ഒരാൾ ഇപ്പോൾ മുടി അധികം പൊരിയുന്നതല്ലേ പോറിൻ്റെ വെള്ളം അല്ലേ, അങ്ങനെ ഇങ്ങനെ എല്ലാം ആയിട്ട്. അപ്പോൾ ഞാനിത് മേങ്ങിയിട്ട് കുറച്ച് ദിവസമായി, ഞാൻ യൂസ് ആക്കിയിട്ട് ആയിട്ട് നിങ്ങളോട് പറയാമെന്ന് വെച്ചിട്ടില്ലേ വീഡിയോ ചെയ്യാത്തതാണ്. അപ്പോൾ ഈ മാഷാഅല്ലാഹ് ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് നല്ല മുടിക്ക് തന്നെ ഒരു നല്ല കളർ കിട്ടിയ പോലെ ഒരു
കറുപ്പ് ആകുന്ന പോലത്തെ ഒരു ഫീലാണ്. അപ്പം നീളം തടിയും മുടി പൊരിച്ചിൽ കുറയും, മുടി നീളം വെക്കും, മുടി തടി വെക്കും എല്ലാം പറഞ്ഞിട്ടുണ്ട് അതിനോറ്. അപ്പോൾ അത് അവരുടെ നമ്പർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് കോൺടാക്റ്റ് ആക്കിയിട്ട് നിങ്ങൾ ഡയറക്റ്റ് വാങ്ങിക്കാവേ. നല്ല ഓറന്നപ്പോരയിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് നെല്ലിക്ക മറ്റേ സംഭവം അതിനുള്ള സംഭവങ്ങളെല്ലാം ഇട്ടിട്ട് കറിവേപ്പ് മറ്റേ ചെമ്പരത്തി തുളസി ബീട്രൂട്ട് അങ്ങനെ എന്തെല്ലാം ഓടുന്നെന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്. അപ്പോൾ അതിൻ്റെ വീഡിയോ സംഭവങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാം നിങ്ങൾ ഒന്ന് നോക്കിയിട്ടായിട്ടില്ലേ നിങ്ങൾക്ക്. പിന്നെ ഓരോടുത്ത് നമ്മളെ മൈഗ്രെയിൻ്റെ ഇല്ലേ, മൈഗ്രെയിൻ്റെ ഓയിലും ഉണ്ട്. കൊണ്ടുപോയിട്ട് നല്ല എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്, നല്ല കുറേ കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ ഇങ്ങനെ എന്നെല്ലാം പറയുന്നുണ്ട് അതിന്. അപ്പോൾ ഇതിൻ്റെ ബോട്ടിലും കാര്യങ്ങളും സ്റ്റിക്കറും അതിൻ്റെ നമ്പറും ലൈസനും സംഭവങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. നിങ്ങൾ നോക്കാം വാങ്ങിയിട്ട്. അപ്പം ഞാൻ പറഞ്ഞിട്ടേ രാത്രി തന്നെ കേക്ക് സംഭവം റെഡിയാക്കിനെന്ന്. രാവിലെ തന്നെ എല്ലാം ഒന്നാകെ നമുക്ക് അവലാറ്റില്ലേ കേക്കും പുഡിങ്ങും ഞാൻ രാത്രി റെഡിയാക്കിയിട്ട് വെച്ചതാണ്. അപ്പോൾ ഫിനിഷ് ആക്കിയിട്ടുണ്ടായിന് ക്രീം കോട്ടും സംഭവങ്ങളെല്ലാം. അപ്പോൾ ഒരു ഫ്ലവറും ഇതെല്ലാം വെച്ചിട്ടൊന്ന് ഇതിനെ ഒരു സുന്ദരിയാക്കിയിട്ട് എടുക്കണ്ടേ. ഒരു പ്രഗ്നൻറ്റിനെ കാണാൻ പോകുന്നല്ലേ, അപ്പോൾ നമ്മൾ ഇതിനൊന്ന് സുന്ദരിയാക്കിയിട്ട് എടുക്കാം. അങ്ങനെ ഇപ്പോൾ കേക്ക് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചെറുങ്ങനെ ഒന്ന് സുന്ദരിയാക്കിയിട്ട് എടുക്കാം. അതിന് ഓവറില്ല, ജസ്റ്റ് ഒരു ടോപ്പർ വെക്കണം. 2 ബോൾസ് കൊടുത്തിട്ടുണ്ട്, ഒരു ഫ്ലവർ വെച്ചിട്ട് പിന്നെ ഒരു ലീഫും വെക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ഇനി നമ്മളെ ഫ്രണ്ട്സിനെ കാണാൻ പോകുന്നില്ല, അപ്പോൾ നല്ലൊരു സുന്ദരി കേക്ക് ആക്കണ്ടേ. ഈ ലീഫിനെ ഞാൻ പിടിച്ചിട്ട് അതിൽ തിരിക്കുന്നത് ഏടെ വെക്കണോ നമുക്കൊരു ഐഡിയ കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ ലാസ്റ്റില്ലേ ഫ്രണ്ടിൽ വെച്ചിട്ട് നമുക്കൊരു സമാധാനം ഇല്ല. പിന്നെ ഞാൻ അതിനെടുത്തിട്ട് മാറ്റിയിട്ട് ഇപ്പുറത്തെ സൈഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് കേക്കിൻ്റെ ഫൈനൽ ലുക്ക്? അടിപൊളിയാന്ന് നിങ്ങൾ പറയണവാ. അപ്പോൾ അതാ ഗേളർ ബോയ് നല്ല ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇത് ഈ രാത്രി തന്നെ കേക്ക് ആക്കിയതുകൊണ്ട് സമാധാനമായി അറിഞ്ഞാൽ. ഇപ്പോൾ 11 മണിയാകുമ്പോൾ ഇഷ വരാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ കേക്കെല്ലാം സെറ്റാവണ്ടേ, അങ്ങോട്ടും ഇങ്ങോട്ടും ആകുന്നില്ലേ. അപ്പോൾ രാത്രി തന്നെ ആക്കിയിട്ട് വെച്ചിട്ടാകുമ്പോൾ നല്ല സെറ്റായിട്ടുണ്ട് കേക്കെല്ലാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇടിയപ്പം പാലില്ലേ, ഇടിയപ്പം പാലിൻ്റെ പണി ബാക്കിയുണ്ട്. സ്നാക്സിൻ്റെ പണിയല്ലേ ഏകദേശം ഒരു 8-8:30 മണിയാകുമ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് പോകുന്നതിന് മുമ്പ് തന്നെ ഇനിയുള്ളത് ഇടിയപ്പവും പാലുമാണ്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഇതിനൊന്ന് ഫിനിഷ് ആക്കിയിട്ട് വെക്കാമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു ടെൻഷൻ കഴിഞ്ഞല്ലോ, നല്ല ടെൻഷൻ ഉണ്ട്. 11 മണിയാകുമ്പോൾ ആവപ്പ ഓരെല്ലാവരും വരുന്നതെന്നല്ല പറഞ്ഞപ്പോൾ ആ ടൈം കൊടുത്തിന് എല്ലാവർക്കും ഒരേ ടൈമിന് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ആയിട്ടില്ല, ഞാനായിരിക്കും ലേറ്റാണ്. പക്ഷെ മാഷാഅല്ലാഹ് ഫസ്റ്റ് എത്തിനെ ഞാനാന്ന് പറഞ്ഞാൽ ഓരെല്ലാം പോയി എത്തി. ലാസ്റ്റായിട്ട് കേക്കിൻ്റെ മോൾക്ക് ജസ്റ്റ് സ്പ്രിങ്കിൾസ് എല്ലാം ഒട്ടിച്ച് അതിനെ ഫ്രിഡ്ജിൽ കയറ്റി വെച്ച്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പിള്ളമാർ ഇവിടെ ഉണ്ട് സ്കൂളിലേക്ക്. അങ്ങനെ ടിഫിനിലേക്ക് ഇടിയപ്പവും പാലും ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കിയിട്ട്, ഇതിപ്പോൾ ഇടിയപ്പം ഇങ്ങനെ ഒന്നുന്നുണ്ട് അത്ര ആയിട്ടില്ല അറിഞ്ഞാൽ. അപ്പോൾ ഫസ്റ്റ് തന്നെ പുള്ളർക്ക് ഒന്ന് സെറ്റാക്കിയിട്ട് എടുത്ത അല്ലില്ലേ ഞാൻ ഓരോ ടിഫിനൊന്ന് റെഡിയാക്കി വെച്ച്. പിന്നെ മിതാദിന് ടിഫിന് കൊണ്ടുപോകാനില്ലല്ലോ, ഇപ്പോൾ SSLC ആയതുകൊണ്ട് തന്നെ ഇല്ലേ ടിഫിനെല്ലാം കൊണ്ടുപോകുന്ന നാണക്കിടുന്നിട്ട് ഇപ്പം ഇത് കൊണ്ടുപോകുന്നില്ല. അവനെ അവിടുന്ന് ഹോട്ടലിൽ നിന്ന് കഞ്ഞി അങ്ങനെ എന്തെല്ലോ കഴിക്കലാന്ന് ഫ്രണ്ട്സെല്ലാം എത്തിയിട്ട്. എന്നിട്ട് പിള്ളേരെല്ലാം പോയിട്ടായതിനു ശേഷം ഞാനും ഉമ്മാവും നാസ്റ്റാക്കുന്നുണ്ട്. ഇതിങ്ങനെ കാണുന്നല്ലേ ആ മക്കളതിൻ്റെ ബാക്കിലുള്ള ഒരു ഇത് സംഭവം പടപടപടപടപടപ്പായിട്ട് പേടിച്ചിട്ട് ഞാൻ ഒരു മാതിരി അതിന്. രാവിലെ തന്നെ പിള്ളമാർ പോലും ഈ പൊരിൻ്റെതും ഈ ബേബി അതിൻ്റെ ഇടയിൽ കയറിയുന്നതും 11 മണിക്ക് പോവാന്ന് പറഞ്ഞതല്ലേ, ഇത് റെഡിയാക്കണം അത് റെഡിയാക്കണം. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ എന്തെല്ലായിട്ട് പടപടപടപടായിട്ട് ലാസ്റ്റ് സെറ്റായിട്ട് വന്നതല്ല വരുത്തിച്ചത്. അങ്ങനെ ഇപ്പം ഇങ്ങനെ ശരിക്കുന്നെങ്കിൽ അപ്പം നല്ല ടെൻഷൻ ഉണ്ടായി. അങ്ങനെ ടെൻഷനല്ല, പറഞ്ഞ ടൈമിനാണല്ലോ, ഇല്ലെങ്കിൽ നമുക്കൊരു പറഞ്ഞതിനൊരു വിലയില്ലല്ലോ. അങ്ങനെ ഫസ്റ്റ് പേടിച്ചെങ്കിലും മാഷാ അല്ലാഹ് റെഡി ആയിട്ടാകുമ്പോഴേക്കും ഒരു നല്ലൊരു സമാധാനമായി അറിഞ്ഞാൽ. അപ്പം ഞാനില്ലേ 2-3 വീഡിയോൻ്റെ കമൻ്റ് ഒന്നും റിപ്ലൈ കൊടുത്തിട്ടേ ഇല്ല. കുറച്ച് തിരക്കന്നെ ഉണ്ടായി. അച്ചാറ് ബന്ധമരുന്ന് അങ്ങനെ ഇങ്ങനെ സ്നാക്സ്, പിന്നെ ഗൾഫിലേക്ക് പോകുന്ന അപ്പങ്ങൾ അങ്ങനെ എന്തെല്ലാം ഉണ്ടായിന്. അങ്ങനെ ബിസി തന്നെ ആയിട്ടുണ്ടായി അറിഞ്ഞാൽ. അപ്പോൾ 2-3 ദിവസമായില്ല നമുക്ക് കമൻറ്റ് വായിച്ചിട്ട്. അപ്പോൾ ഇന്ന് നമുക്ക് കമൻറ്റിനെല്ലാം റിപ്ലൈ തരാം. അപ്പോൾ ഫസ്റ്റ് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഒരു സംഭവം ഉണ്ട്, എന്തറിയോ, നമ്മൾ sharp.com sharp.com എല്ലാവർക്കും അറിയാലേ. ഇപ്പോൾ ഒരു ചെറിയ ബേബി അല്ലായ 20-23 കൊല്ലത്തിന് ശേഷം എന്തോ ഡെലിവറി ആയ. അപ്പോൾ ഓരോ കമൻറ്റ് കാണുമ്പോൾ അത് ഭയങ്കര സന്തോഷമായി. നല്ല രസമുണ്ട് കേട്ടോ സംസാരം കേൾക്കാനും വീഡിയോയും വിശേഷങ്ങളും നല്ലതായിട്ട്. പക്ഷെ അത് ഭയങ്കര സന്തോഷമായി കണ്ടതിൽ. പിന്നെ പറയുന്നുണ്ട് അതിന് ദീദി ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിൽ ചെറിയൊരു റെസിപ്പിയും കാണിച്ചത് നല്ല സൂപ്പറാകുന്നു. അധികം ഞാൻ റെസിപ്പി കാണിക്കലുണ്ട് ഇടയിലില്ലേ, നമുക്ക് ബിസി ആകുമ്പോൾ എവിടെയും പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ റെസിപ്പി ഉണ്ടാകുന്നില്ല അത് ഞാൻ. പിന്നെ കുറേ സൂപ്പർ മാഷാ അല്ലാ എന്നല്ല പറയുന്നുണ്ടായി.
പിന്നെ ഓരോ വീഡിയോവും സൂപ്പർ എന്ന് പറയുന്നുണ്ടായി. താങ്ക് യു. കൽത്തപ്പം റെസിപ്പി കാണിക്കാൻ ചോദിക്കുന്നുണ്ടായി. കുറേ ഇവിടെ ഞാൻ കാണിച്ചിരുന്നു റെസിപ്പി കൽത്തപ്പത്തിന്. ഇൻഷാല്ലാ ഇനി ഒരിക്കൽ കാണിക്കാം. അപ്പോൾ പിന്നെ പുഡിങ് റെസിപ്പി ഇടാമെന്ന് ചോദിക്കുന്നുണ്ടായി. പുഡിങ് റെസിപ്പിയും ഞാൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ അച്ചാർ റെസിപ്പി കാണിക്കാമെന്ന് ചോദിക്കുന്നുണ്ടായി. അച്ചാറിൻ്റെ റെസിപ്പിയും കാണിച്ചിന്. ഷവർമാൻ്റെ റേറ്റ് ചോദിക്കുന്നുണ്ടായി. ഷവർമാന് ഞാൻ 50-നാണ് കൊടുക്കുന്നത്. പിന്നെ കുറേ മസാല അടിപൊളി മസാല അടിപൊളി. താങ്ക് യു. ചിക്കൻ കുറുമാൻ്റെ റെസിപ്പി, മോമോസിൻ്റെ റെസിപ്പി എല്ലാം ചോദിക്കുന്നുണ്ടായി. ഇൻഷാല്ലാ ഓരോരിക്കും ഞാൻ ഇട്ട് കാണിക്കാം. പിന്നെ കുറേ അടിപൊളിയാണ്. നിങ്ങളെ വീഡിയോക്ക് വെയിറ്റിംഗ് ആണ്, കണ്ടില്ലെങ്കിൽ ടെൻഷനാണ്, ഒരു ഇല്ലെങ്കിൽ ബേജാറാണെന്നല്ല പറയുന്നുണ്ടായിന്. ബേജാറാക്കണ്ട, ഞാൻ എപ്പോഴും ഇടാവേ. പിന്നെ നിങ്ങൾ വീഡിയോക്ക് എല്ലാം ഞാൻ ലൈക്കെല്ലാം എപ്പോഴും ചെയ്യലുണ്ടെന്നല്ല കുറേ ആൾ കമൻറ്റ് ഇട്ടിന്. താങ്ക് യു. പിന്നെ ഒരു അസ്ല കമൻറ്റ് ഇട്ടിട്ടുണ്ടായിന് ഹായ് പറയാൻ. ഹായ് അസ്ല. പിന്നെ മഞ്ഞൻ്റെ എല്ലാം നമ്മളുടെ ഉണ്ടാകുന്ന ചോദിക്കുന്നുണ്ടായി. നമ്മളുടെ ഇല്ല, ഞാൻ വേറെ ആയിരുന്നു സംഘടിപ്പിച്ചിട്ട് കുറേ ഓർഡർ കൊടുത്തതാണ്. ഇതിൻ്റെ സീസൺ ആകുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത്. അപ്പോൾ നമ്മളുടെ നടണം. നട്ടവിടെ അങ്ങനെ ആകുന്നില്ല. വെള്ളം അല്ല ഇങ്ങനെ ചെടീൻ്റെ എല്ലാം വെള്ളം ഇറ്റുന്നതുകൊണ്ടില്ല. അതിനെ നോക്കാൻ നമുക്ക് ടൈമില്ല, അതുകൊണ്ട് കറക്റ്റ് ആകുന്നില്ല. പിന്നെ ഒരാൾ കമൻറ്റിട്ട് വൈഫൈ റീചാർജ് തീർന്ന് വീഡിയോ മിസ്സായിരുന്നാലും റീചാർജ് ആക്കിയിട്ട് ഫുള്ള് നോക്കിയെന്നല്ല പറയുന്നുണ്ടായി. താങ്ക് യുടാ. ചെറുങ്ങാൻ്റെ അപ്പം എങ്ങനെ ചൂടുന്നത് അതിൻ്റെ റെസിപ്പി കാണിക്കും ചോദിക്കുന്നുണ്ടായി. ഇൻഷാല്ലാ ഒരിക്കൽ കാണിക്കാവേ. അത് മറ്റേ ചക്കൻ്റെ അപ്പമെല്ലാം ചൂടുന്നില്ലേ, ചക്കൻ്റെ അപ്പല അതുപോലെ തന്നെ തേങ്ങ പച്ചരി ബെല്ലെല്ലാം ഇട്ടിട്ട് അരിച്ചിട്ട് ഇതിലേക്ക് ചെറുങ്ങ ലാസ്റ്റ് ഇട്ടാൽ മതി. ഇൻഷാല്ലാ ഞാൻ ഒരിക്കൽ കാണിക്കാം എങ്ങനെയെന്നല്ലോ. എല്ലാവരും ഒരു സാധനം കാണിക്കണം ചെയ്യണമെന്നെല്ലാം ഉണ്ട്. പക്ഷേ ഇല്ല, ഓരോരിക്കും നമുക്ക് ഈ ഓർഡറെല്ലാം ഉണ്ടാകുമ്പോഴേക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ ഇടയിൽ അങ്ങോട്ടും പോകുന്നത് അറിഞ്ഞാൽ വീഡിയോക്ക് വേണ്ടിയിട്ട് വെയിറ്റിങ്ങിൽ നല്ല ചെയ്യുന്നു. മാഷാല്ലാ ഭയങ്കര സന്തോഷം ഉണ്ടാകും. നമ്മൾ ഈ കഷ്ടപ്പെട്ടിരിക്കുന്ന വീഡിയോസ് എല്ലാം ചെയ്യുമ്പോൾ അതങ്ങനെയാണ്, അടിപൊളിയാണ്, നല്ല ചെല്ലുമ്പോൾ മാഷാല്ലാ നല്ലൊരു സമാധാനം വീഡിയോ ചെയ്യാൻ. പിന്നെ തേങ്ങ ചെറുക്കുന്നത് എഴുതുന്ന മേങ്ങയും ചോദിക്കുന്നുണ്ടായി. ഞാൻ മുഗ്രാലിൽ നമ്മളെ മറ്റേ ഇതില്ലേ എന്തുപ്പാ മൊഗ്രാൽ മൈക്രോടെക്കിൻ്റെ ആടുന്ന് വാങ്ങിയത്. പിന്നെ കല്ലിൻ്റെ പുടയിൽ ഇലക്ട്രിക്കിൻ്റെ ആടെല്ലാം ഉണ്ടാവും ഷോപ്പിലല്ലോ. ഞാൻ പിന്നെ അവിടെ കുറച്ച് ക്യാഷ് കെട്ടിയിട്ടുണ്ടായിന്, അതുകൊണ്ട് അവിടെ നിന്ന് തന്നെ വാങ്ങിയതാണ്. അപ്പോൾ എല്ലാ ഇലക്ട്രോണിക്സ് സാധനമുള്ള എല്ലാ ഷോപ്പിലും ഉണ്ടാവും. അപ്പോൾ ഈ വിഷയത്തിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ ഫ്രണ്ടിൻ്റെ പേർക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വെയിറ്റ് ആക്കിയതാണ് ഇത്ര നേരം എല്ലാവരും വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും വന്നിട്ട് പോകുന്നുണ്ട്. അവിടെ പോയിട്ടും പോകുന്ന എല്ലാ വിഷയം നോക്കാവോ നിങ്ങൾ എങ്ങനെ കഥ എന്തെന്നല്ലോ. അപ്പം പിന്നെ ഒരാൾ പറയുന്നുണ്ടായി പെട്ടെന്ന് വിരുന്നുകാർ വന്നെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയ ടേസ്റ്റി ജ്യൂസ് കാണിക്കാവാ. ജ്യൂസ് പല ടൈപ്പിലും ഉണ്ട്. പല നമ്മളെ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് വരെ ഉണ്ട്. ഞാനൊരു ദിവസം എൻ്റെ ആങ്ങളുടെ ഫ്രണ്ട്സ് വന്നിട്ടാകുമ്പോൾ ബീട്രൂട്ട് ജ്യൂസ് ആക്കിയിട്ടുണ്ടായിന്. പക്ഷേ അവർക്ക് ഭയങ്കര ലൈക്ക് അതിനത്. ബീട്രൂട്ട് എന്ന് അവർക്ക് മനസ്സിലായിട്ടേ ഇല്ല. അതായത് നമ്മളെ ഫ്രണ്ട്സിൻ്റെ പേർക്ക് എത്തിയിട്ടുണ്ട്. അറിയാണ്ട് കോളിംഗ് ബെല്ലിട്ടതാണ്. ഓളിൽ നമ്മൾ ഇത്ര ആളെ കാണിച്ച് നമ്മൾ അന്തം വിട്ടിട്ടെന്ന് ചോദിക്കണ്ട, അങ്ങനെ അതിന് ഷോക്കതിന് ഭയങ്കര. ഓളെ ഷോക്ക് നിങ്ങൾ നേരെ കണ്ടവാ. ഞങ്ങൾ എപ്പോഴും പത്തലിൻ്റെ പൊടിയിൽ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. എന്ത് ഇടിയപ്പയാ ഇലയപ്പയാന്ന് മനസ്സിലായിട്ടാ. അത് രണ്ടും ഉണ്ടാക്കലുണ്ട് പൊടിയിൽ. പക്ഷെ ഞങ്ങൾക്ക് പൊടിയിൽ അത്ര ലയിക്കാന്നില്ല, ടേസ്റ്റില്ലാന്നില്ല. നമ്മളത് അത്ര ഉണ്ടാക്കാത്തതുകൊണ്ടില്ല ഒരു സമാധാനം. അതുപോലെ അരച്ചിട്ടുണ്ടാക്കുമ്പോൾ നല്ലൊരു സമാധാനം. ഈസി രാവിലെ അപ്പം കാണിക്കുമോയെന്ന് ചോദിക്കുന്നുണ്ട്. അതിന് ഈസി അപ്പം കുറേ ഉണ്ട്. നമ്മൾ അപ്പച്ചട്ടിയിലെല്ലാം നമ്മൾ കലത്തപ്പം കൊണ്ടുവന്നില്ലേ, അതുമാതിരി അപ്പച്ചട്ടീൻ്റെ ഉള്ളിലില്ലേ ഒരു പ്ലേറ്റ് വെച്ചിട്ട് അതിലേക്ക് ജസ്റ്റ് ഓയിൽ പറ്റിയിട്ട് ഈ കലത്തപ്പത്തിൻ്റെ ബാറ്ററിനെ അതിൽ കൂട്ടിയെങ്കിൽ നല്ലൊരു അപ്പാന്ന് പുഡിങ് അപ്പം പോലെ. പിന്നെ ചക്കക്കറി ഇഷ്ടമെന്ന് പറയുന്നുണ്ട്. അതിന് തന്നെ ഒരാൾക്ക് ഓരോ ഇഷ്ടമല്ലല്ലേ, ഒരാൾക്ക് ഭയങ്കര ഇഷ്ടം ചക്കക്കറിയല്ലോ. പിന്നെ കുഞ്ഞിക്ക് സുഖം ഉണ്ടാകും ചോദിക്കുന്നുണ്ടായിരുന്നു. മാഷാല്ലാ അൽഹംദുലില്ലാ ഇപ്പോൾ പനിയെല്ലാം കുറഞ്ഞിട്ട് അൽഹംദുലില്ലാ നേരായിന്. ഇടിയപ്പത്തിൻ്റെ റേറ്റ് ചോദിക്കുന്നുണ്ടായിരുന്നു. വലിയ നമ്മൾ അരച്ചിട്ട് ചൂടുന്ന ഇടിയപ്പല്ലേ, പാലുടിയപ്പം വലിയത്, അതിന് 20 ഞാൻ എടുക്കൽ. പിന്നെ കുറേ ഹായ് പറയുന്നുണ്ടായിരുന്നു. ഹായ്. പിന്നെ ഒരാൾ ഞാൻ അസ്ല 7th സ്റ്റാൻഡേർഡ് ക്ലാസ്സിൽ പഠിക്കുന്ന ദീദി ഒരു ഹായ് പറയുമെന്ന് ചോദിക്കുന്നുണ്ടായി. ഹായ് അസ്ല, ഹായ് ഹലോ. അങ്ങനെതാ നമ്മൾ ഫ്രണ്ട്സിൻ്റെ പേർക്ക് എത്തി. ആടുന്നവർ ഭയങ്കര അന്തം വിട്ടോയോളും നമ്മളെ കണ്ടിട്ടറിഞ്ഞാൽ കണ്ടില്ലേ നിങ്ങൾ എല്ലാവരും. എന്നിട്ട് അവിടെ പോയി അവിടെ കയറിയിട്ടുള്ള ദീദിയിലുണ്ടല്ലോ കുറേ ബിസിയാക്കിയതിന് ശേഷം അവൾക്ക് ഡ്രസ്സും മുല്ലപ്പൂവും മൈലാഞ്ചി എല്ലാം നമുക്ക് കൊണ്ടുപോയിട്ടുണ്ടായി. അങ്ങനെ അതെല്ലാം കൊടുത്തിട്ടില്ലേ അവളോട് ഡ്രസ്സ് ഇടാൻ പറഞ്ഞ്. ഡ്രസ്സ് ഇട്ടിട്ടായിട്ട് നോക്കുക നമ്മളെല്ലാം മുല്ലപ്പൂ എല്ലാം ചൂടി കൊടുക്കുന്നുണ്ട്. നിന്നെ നമ്മ ഒരു പുതിനായിട്ട് എല്ലാം ആക്കുന്നതെന്നല്ലോ പറഞ്ഞിട്ട്. പിന്നെ മിസ്ബാക്ക് ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായി. ഹായ് മിസ്ബാ. പിന്നെ കാസർഗോഡാണോ എന്ന് ചോദിക്കുന്നുണ്ടായി. ആണ് കാസർഗോഡാണ്, സംസാരം കേൾക്കുമ്പോൾ മനസ്സിലായില്ലേ. പിന്നെ നിങ്ങളെ ഭയങ്കര ഇഷ്ടം. താങ്ക് യു.
മഷാല കുറേ മഷാല ഉണ്ട്. പിന്നെ അലപ്പത്തിൻ്റെ റേറ്റ് ചോദിക്കുന്നുണ്ട്. അതിന് 20 എടുക്കുന്ന 25 എടുക്കുന്നു. കുറേ എടുക്കുന്നെങ്കിൽ 20, കുറച്ച് പീസ് എടുക്കുന്നെങ്കിൽ 25 അങ്ങനെ. പിന്നെ ഞാൻ തേങ്ങ വിളിച്ചിട്ട് ചിരട്ടി മേലോട്ട് എറിയുന്നതിന് ചിരട്ടി എറിയുന്ന സീൻ ഇന്നത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നുണ്ടായി. അത് താഴെ ഇട്ടിട്ടാകുമ്പോക്കില്ലേ പിന്നെ അത് അതിലായി കച്ചറായി അങ്ങനെ ഇങ്ങനെയായി. പിന്നെ ആ മുകളിലിട്ടങ്ങടെ പ്രശ്നമില്ല. പ്ലങ്കുമാണെങ്കിലും മുകളിൽ നിന്ന് തൊടാലോ ഇട്ടില്ലേ. ഞാൻ എല്ലാം മുകളിലേക്ക് എറിഞ്ഞതാന്ന് പറഞ്ഞാൽ എറിയലാന്ന് എപ്പോഴും. എൻ്റെ ചിരിച്ചോണ്ടുള്ള വിഷയം കേൾക്കാനാണ് രസം. അതറിയാതെ ഒരു ചിരി വരുന്നുണ്ടല്ലോ ഇങ്ങനെ എന്തെന്നറിയുന്നില്ല. പിന്നെ ഉണ്ണിയപ്പത്തിന് ഞാൻ KG അല്ല കൊടുക്കൽ. ഉണ്ണിയപ്പം ഇങ്ങനെ പീസിൻ്റെ കണക്കാണ് 5 ഉറുപ്പിക ഒരു ഉണ്ണിയപ്പത്തിന്, KG കണക്കല്ല. പിന്നെ മുതിരക്കറി പറഞ്ഞിട്ട് കുറേ ആൾ കമൻ്റ് ഇട്ടിന് ഇഷ്ടം മുതിരക്കറിന്ന്. അപ്പോൾ ഇത് ഫ്രണ്ടിൻ്റെ കൂടെ പോയിട്ടില്ലേ അവിടെ ഹോർലിക്സ് എല്ലാം നമുക്ക് തന്നു. നമുക്ക് കൊണ്ടുപോയ സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നല്ലോ അവിടെ. അപ്പോൾ ഹോർലിക്സ് മുട്ട വേവിച്ചിട്ടെല്ലാം വെച്ചിട്ടുണ്ടായി. അപ്പോൾ ഞാനായിരുന്നല്ലേ എനിക്ക് ഇഷ്ടം പഴംപൊരിയല്ലേ കഴിച്ചെടുത്തതാണ്. ഫ്രണ്ട്സ് എല്ലാം സ്നാക്സ് എല്ലാം കഴിക്കുന്നുണ്ട്. പക്ഷേ അത് നല്ല എൻ്റെ അടിപൊളി ടേസ്റ്റ് ഉണ്ട്, അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട്, കേക്ക് അടിപൊളി, പുഡിങ് അടിപൊളി, അച്ചാർ അടിപൊളി നല്ല പറയുന്നുണ്ട് അതിന്. അപ്പോൾ നമുക്ക് കൊണ്ടുപോയിട്ട് നല്ല വാങ്ങേണ്ടതെന്ന് ചില മാതിരി സമാധാനമായില്ല നമുക്കല്ലേ. എടുത്ത ബേന അവർ കുറഞ്ഞ്. അപ്പോൾ അതാ ഒരു മോഡൽ ഗ്ലാസ് കൊണ്ട് തരുന്നത് അല്ലേ, രാവിലെ ചായ കുടിക്കുന്നവരൊരു ഗ്ലാസ്സിലിട്ടില്ലേ ഇങ്ങനെ എൻ്റെ കയ്യിലൊന്ന് ഓരോന്ന് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഞാൻ ഇങ്ങനെ ഓരോന്ന് വീഡിയോ എടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും നമ്മൾ കേക്ക് കട്ടാക്കി പുഡിങ് തിന്ന് എല്ലാം അതിന് ശേഷം കുറേ വിഷയവും ചിരിയും കളിയും എല്ലാം ആയിട്ട് ഇങ്ങനെ പോയതാണ്. അപ്പോൾ ഇതാ ബേബിനെ കൊണ്ടുപോയിട്ടില്ലേ, ബേബിക്ക് ഞാൻ ഒരു പീസ് കൊടുത്തതാ ഉണ്ടാ. ഇതിങ്ങനെയാണ് ഒരു കഷ്ണാക്കിട ഒന്നും കഴിക്കലില്ല. ഇതെങ്ങനെ ഇത്ര ഇനി വലുതാവും എന്നുള്ള അല്ലാവോ അല്ല. പാല് മാത്രം കുടിക്കല്, അതല്ലാണ്ട് വേറെ ഒന്നും കഴിക്കാതെ. പിന്നെ മുതിരക്കറീനെ കുറേ ആൾ ഫേവറേറ്റ് ഇഷ്ടം നല്ലുണ്ട്. പണ്ടത്തത് അങ്ങനെ ആയിട്ട് കുറേ കമൻ്റ് ഉണ്ട് അതിന്. മുതിര ഉപ്പിൻ്റെ മുതിര ചട്നി ആക്കലുണ്ട്, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് നമ്മളവിടെ ഉണ്ട് എന്നല്ല പറയുന്നുണ്ട് അതിന്. അത് ഓരോരു മംഗലഞ്ഞ് പോയിരുത്തുണ്ടാവും, ഓരോരു മംഗലഞ്ഞ് മുമ്പ് തന്നെ പൊരയിലുണ്ടാവും അല്ലേ, അങ്ങനെയല്ലാന്ന്. അപ്പോൾ അതാ ഉള്ള ദീദിയില്ലേ പുഡിങ്ങിന് വേണ്ടി നല്ല അടിപൊളി സ്പൂണെല്ലാം കൊണ്ട് തന്നിന് കഴിച്ചോ നല്ല ചെലിട്ട്. അങ്ങനെ ഞങ്ങൾ പോയിട്ട് മഷാല്ല നല്ല മജയുണ്ടായിന്. നമ്മൾ ഒന്നിച്ച് പഠിച്ച ഫ്രണ്ട്സില്ല, അത് എത്ര കൊല്ലങ്ങൾക്ക് ശേഷം കാണുമ്പോൾ നമുക്കൊരു ഇഷ്ടം കൂടിക്കൊണ്ടേ വരുന്നല്ലേ അല്ലേ. അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ കൂടുമ്പോൾ ഒരാൾക്ക് ഓരോ റീസണ്. വരുന്നതിന് മുമ്പ് കുഞ്ഞിക്ക് കഴിയുന്നില്ല, അല്ലെങ്കിൽ മാപ്പിള വിടുന്നില്ല, മാപ്പിളുടെ ഉമ്മ വിടുന്നില്ല, വരാൻ ലേറ്റാന്ന്, കുറേ പണിയുണ്ട്, ബെനയാന്ന്, അങ്ങനെ ഓരോരാൾക്ക് ഓരോ ഇത്. മാപ്പിള വിടുന്നില്ലെങ്കിൽ പിന്നെ വരാൻ കഴിയല്ല, അത് വേറെ പ്രശ്നമല്ലേ. മാപ്പിളിനോടെല്ലാം ചോദിച്ചിട്ട് നല്ല നേരെ നമ്മളെ വിട്ടെങ്കിൽ നമുക്ക് സമാധാനത്തിൽ വരാമല്ലോ. എപ്പോഴും നമ്മൾ മക്കൾക്ക് മാപ്പിളുടെ ഫാമിലി ഉമ്മൻ്റെ അങ്ങനെ ഓർക്കും വേണ്ടിയിട്ട് തന്നെയല്ലേ. അപ്പോൾ ഒരു ദിവസം നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ നമ്മൾ അടിച്ച് പൊളിക്കുമ്പോൾ അതൊരു മജ വേറെ തന്നെയല്ലേ അല്ലേ. ഒന്ന് പണ്ടത്തെ സ്കൂൾ വിശേഷങ്ങളും അത് കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് കുറേ നേരം ഇങ്ങനെ പറയലും ചിരിയും കളിയും ഫോട്ടോസും വീഡിയോസും എല്ലാം ആകുമ്പോൾ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം. പണ്ട് നമ്മൾ 10ാം ക്ലാസ്സിൽ കണ്ട ആ ഒരു ഇതാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇങ്ങനെ എപ്പോഴെങ്കിലും ഒന്ന് മീറ്റ് ആവലുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ കുറേ ആളുണ്ട് അതിന് വരുന്നതിട്ട്. അപ്പോൾ ഓർക്കെല്ലാം ഓരോരാൾക്ക് ഓരോരോ കാരണമായിട്ട് പകുതി ആൾ ക്യാൻസലായി. അപ്പോൾ നമ്മൾ എന്താക്കി ഇനി എന്തായെങ്കിൽ ലേറ്റാക്കിയെങ്കിൽ പ്രഗ്നൻ്റ് അല്ലേ, ഡെലിവറി ആവാനായി എന്നിട്ട് നമ്മൾ പിന്നെ ഉള്ളത്ര ആൾ വന്നതാണ്. പക്ഷെ നമ്മൾ ഉണ്ടായതാകെ 2-3 മണിക്കൂറെങ്കിലും നമുക്ക് ടൈം തേഞ്ഞിട്ടേ ഇല്ല അറിഞ്ഞാൽ. അപ്പോൾ നമ്മൾ എല്ലാവരും പ്ലാൻ ആക്കിന് ഷാദായിരിക്കും കൂടണമെന്നല്ല വെച്ചിട്ട്. പണ്ടത്തെ വിഷയവും ഇപ്പോഴത്തെ വിഷയവും നമ്മളെ മക്കളെ വിഷയവും മാപ്പിളുടെ വിഷയവും ഫാമിലീൻ്റെ വിഷയമെല്ലാം പറഞ്ഞിട്ട് നമുക്ക് തേയുന്നില്ല, പറഞ്ഞത്ര. അപ്പോൾ അതാ ഒരു ഫ്രണ്ട് ഇതാക്കിയിട്ട് കൊണ്ടുവന്നതാണ് കാലിഗ്രാഫി ആക്കിയിട്ട്. അപ്പോൾ എന്തല്ല മഷാല എല്ലാം കൊണ്ട് നല്ല അടിപൊളിയാണ് നമുക്ക് ഉണ്ടായിരുന്നത് അത്ര ടൈം. അപ്പോൾ ഇനി ഒരിക്കലും ഇങ്ങനെ കൂടണോ, ഏടെ കൂടുന്ന ഓണത്തിനാക്കുക, ഓണസദ്യയാക്കുക, അങ്ങനെയാക്കുക ഇങ്ങനെയാക്കുക എന്തെല്ലോ പറയുന്നുണ്ടായിന്. അങ്ങനെ ജ്യൂസും ഹോർലിക്സും സംഭവങ്ങളെല്ലാം കഴിച്ചിട്ട് കേക്കെല്ലാം കഴിച്ചിട്ടായിട്ട് നമ്മൾ പിന്നെ എല്ലാവരും പോയതാണ്. പിന്നെ ഓക്ക് ഹോസ്പിറ്റലിൽ പോകാണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ, ഓക്ക് നമ്മളാൾക്കാർ പോകാനും മനസ്സായിരുന്നില്ല. എന്തായെങ്കിൽ അത് ഇന്ന് പോയില്ലെങ്കിൽ പിന്നെ അടുത്ത ആഴ്ച ആണോ എന്നല്ലിട്ട് അങ്ങനെ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇനി പോയിക്കോ, നമുക്ക് ഇനി ഒരിക്കൽ ഇതാക്കാന്നല്ല വെച്ചിട്ട് അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് ചിരിയും കളിയും വിഷയവും എല്ലാം ആക്കിയിട്ട് മഷാല കുറച്ച് നേരം നിന്നിട്ട് വന്നതാണ്. പിന്നെ ഇത് സംഭവം മൊഗ്രാൽ തന്നെ ആയതുകൊണ്ട് നമ്മളെ ഉമ്മാൻ്റെ പേരെ കുറച്ച് ഇങ്ങോട്ടായിരുന്നു. അപ്പോൾ അടുത്തോളം പോയിട്ടാകുമ്പോൾ ഞാൻ ഉമ്മാനെ നോക്കാൻ എന്നിട്ട് ഫ്രണ്ട്സും നമ്മളെല്ലാം നമ്മളെ പേർക്ക് വന്നിട്ടുണ്ടായിന്. അപ്പോൾ ഇവിടെ
അനിയത്തി തന്നെ ഉണ്ടായിന്. അത് ഓറാന്തം വിട്ട് നമ്മൾ കുറേ ആളൊന്നിച്ചിട്ട് കയറിയല്ലേ, പറയാണ്ട് വന്നല്ലേ, അങ്ങനെ ജ്യൂസെല്ലാം കഴിച്ചിട്ട് ഫോട്ടോയും വീഡിയോസെല്ലാം എടുത്തിട്ട് ഉറപ്പായതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ആക്കാൻ മറക്കണ്ട. പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണണവേ. അപ്പോൾ നിങ്ങളെ ലൈക്കും കമൻറ്റും ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ മസ്റ്റാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ പുതിയ വീഡിയോസും റെസിപ്പീസും എല്ലാം ആയിട്ട് വരാം. ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.